ഹെസ്ബുള്ളയും ഇസ്രയേലും തമ്മിൽ നിലവിൽ വന്ന വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രയേൽ. കരാർ നിലവിൽ വന്ന 2 ദിവസത്തിനുള്ളിൽ തന്നെ കരാർ ലംഘിച്ചതായി ലബനീസ് ആർമി. ഹിസ്ബുള്ള ആയുധപ്പുരയ്ക്ക് നേരെ എയർ സ്ട്രൈക്ക് നടത്തിയതായി ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 6ഓളം വില്ലേജുകളിൽ ഇസ്രയേൽ ടാങ്കുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ഹെസ്ബുള്ള പറഞ്ഞു. അതേസമയം വെടിനിർത്തൽ കരാർ ഹെസ്ബുള്ള ലംഘിക്കുകയാണെങ്കിൽ അതികഠിനമായ തിരിച്ചടി നടത്താൻ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന് അനുമതി നൽകി കഴിഞ്ഞതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. സദാൺ ലബനാനിലേക്ക് തിരിച്ചെത്തുന്ന ജനങ്ങൾക്ക് നേരെയും ഇസ്രയേൽ സേന വെടിയുതിർത്തതായി റിപ്പോർട്ടുകളുണ്ട്. ഇസ്രയേൽ സൈന്യം നിലവിലുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ അടുത്തേക്ക് വരരുതെന്ന IDF മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 2 മാസത്തിനുള്ളിൽ ഇസ്രയേൽ സൈന്യം പൂർണ്ണമായും പിന്മാറാനാണ് കരാറിലുള്ളത്. ഇന്ന് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. 2 ദിവസത്തിനുള്ളിൽ ഇസ്രയേൽ നിരവധി കരാർ ലംഘനങ്ങൾ നടത്തിയതായി ലബനീസ് ആർമി കമാൻഡർ പറഞ്ഞു. 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലബനീസ് ജനത സീസ് ഫയർ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. സദേൺ ലബനാനിൽ നിന്ന് ഒഴിഞ്ഞുപോയ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് സ്വന്തം വീടുകളിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ചാനൽ 14 നൽകിയ അഭിമുഖത്തിൽ താൻ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല എന്നും ഒരു വെടിനിർത്തൽ മാത്രമാണ് ഇപ്പോൾ ഉണ്ടായത് എന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. മന്ത്രിമാരടക്കം ഒരു വലിയ സമൂഹം തന്നെ ഇസ്രയേൽ പ്രധാനമന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ഹിസ്ബുള്ളയെ പൂർണ്ണമായും നശിപ്പിക്കുമെന്നും നോർത്തേൺ ഇസ്രയേലിൽ നിന്ന് പലായനം ചെയ്ത 70,000-ഓളം ജനങ്ങളെ സേഫായി തങ്ങളുടെ വീടുകളിൽ എത്തിക്കുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ വടക്കൻ ഇസ്രയേലിലെ വലിയ ഒരു സമൂഹം തങ്ങളുടെ വീടുകളിലേക്ക് തിരികെ പോരാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഹിസ്ബുള്ളയെ പൂർണ്ണമായും നശിപ്പിക്കാതെ ശാശ്വത പരിഹാരം ഉണ്ടാവില്ലെന്ന് അവർ പറഞ്ഞു. ഹെസ്ബുള്ള പെട്ടെന്ന് തന്നെ റീഗ്രൂപ്പ് ചെയ്യുമെന്നും വീണ്ടും ഇസ്രയേലിനെ ആക്രമിക്കുമെന്നും അവർ കരുതുന്നു.